ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോട്ട് ആൻഡ് സ്ട്രീം എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ഒന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ആ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഒരു പുഴ എടുക്കുകയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു പുഴയാണെങ്കിൽ നോക്കിയേ, ഇങ്ങനെയായിരിക്കും ഒഴുകുന്നത് അല്ലേ? ഇങ്ങനെ ഒഴുകുന്നു, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. നോക്കിയേ, പുഴ ഈ ഡയറക്ഷനിൽ ഒഴുകുന്നു. അപ്പോൾ അവിടെ ഒരാൾ അതേ ഡയറക്ഷനിൽ തന്നെ നീന്തുവാണ്. ആ സെയിം ഡയറക്ഷനിൽ തന്നെ നീന്തുന്നു, ഒഴുക്കിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ഒരാൾ നീന്തുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത്തരം സ്ട്രീമിനെ പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം സ്പീഡ്. അതിപ്പം പുഴ ഒഴുകുന്ന അതേ ദിശയിൽ തന്നെ ഒരാൾ നീന്തുവാണെങ്കിൽ ആ അത്തരം സ്പീഡിന് പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം സ്പീഡ്. ഓക്കെ, ഡൗൺ സ്ട്രീം സ്പീഡ്. ഓക്കെ, ഡൗൺ സ്ട്രീം സ്പീഡ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു പുഴയാണെങ്കിൽ ആ പുഴ ഇങ്ങോട്ട് ഒഴുകുക, ഈ ഒരു ഡയറക്ഷനിലേക്ക് ഒഴുകുവാണേ. അതിൻ്റെ ഡയറക്ഷൻ ഈ രീതിയിലാണ്, ഈ രീതിയിൽ ഒഴുകുന്നു. അപ്പോൾ ഒരാൾ അതിന് എതിരായിട്ട് നീങ്ങുന്നു, ഓപ്പോസിറ്റായിട്ട് നീങ്ങുന്നു. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഒഴുകുന്നു, അങ്ങോട്ടേക്ക് നീന്തുന്നു. അപ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്പീഡാണ് നമ്മൾ അപ്പ് സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത്. എന്താണ് അപ്പ് സ്ട്രീം സ്പീഡ്? അപ്പ് സ്ട്രീം സ്പീഡ്. ഓക്കെ, ഇപ്പം ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്, ഡൗൺ സ്ട്രീം സ്പീഡും അപ്പ് സ്ട്രീം സ്പീഡും. ഇതിൽ മെയിനായിട്ടും ഏതിനായിരിക്കും സ്പീഡ് കൂടുതൽ വരുന്നത്? നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നേ ഡൗൺ സ്ട്രീം സ്പീഡായിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ്? കാരണം ഒഴുകുന്നു, അതിൻ്റെ ഒപ്പം നമ്മൾ നീന്തുക, അപ്പം നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് കിട്ടും അല്ലേ? പക്ഷെ നേരെ തിരിച്ച് നമ്മൾ പുഴ ഒഴുകുന്നു, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ നീന്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ഫോഴ്സ് ഉണ്ടാവും അല്ലേ അവിടെ? അപ്പോൾ അവിടെ എന്തായിരിക്കും? സ്പീഡ് ഓട്ടോമാറ്റിക്കലി കുറയും. സോ നമുക്കിത് രണ്ടിനും നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും, ഡൗൺ സ്ട്രീം സ്പീഡിനായിരിക്കും എന്ത് എപ്പോഴും സ്പീഡ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് മനസ്സിൽ ഓർത്തിരിക്കുക. ഈ ഡൗൺ സ്ട്രീം സ്പീഡും അപ്പ് സ്ട്രീം സ്പീഡും നിങ്ങൾ മനസ്സിൽ നിന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് മുന്നോട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് രണ്ട് വേർഡ്സുകളാണ് സ്പീഡ് ഓഫ് സ്ട്രീം, കറണ്ട്, റിവർ. ഈ മൂന്ന് വേർഡ്സ് തന്നാലും ഈ ഒരേ മീനിങ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സ്പീഡ് ഓഫ് സ്ട്രീം അത് ഒഴുക്കിൻ്റെ വേഗത. ഇതിലേത് വേണമെങ്കിലും ടേംസ് ഉപയോഗിക്കാം. സ്പീഡ് ഓഫ് സ്ട്രീം, കറണ്ട്, റിവർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് മാൻ, ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, നിശ്ചല ജലത്തിലുള്ള സ്പീഡ്. ഈ ടേംസ് എല്ലാം അതുപോലെ തന്നെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് കുറേ ഫോർമുലാസ് ഉണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് ഒരു ഫിഗർ ഉപയോഗിച്ച് നമ്മൾ സ്പീഡിൽ സോൾവ് ചെയ്യുവാണേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ഇങ്ങനെ ഒരു ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ ഒരു പ്രോബ്ലം വന്നാൽ തന്നെ നിങ്ങൾ ആദ്യം ഈ ഫിഗർ അങ്ങ് വരച്ചിട്ടേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നിങ്ങളിത് ഇതുപോലൊരു ഐ എന്ന് പറഞ്ഞതുപോലെ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം നടുക്കൂടൊന്ന് കട്ട് ചെയ്യുക. വീണ്ടും അതിനെ നമ്മൾ ഒന്നും കൂടി കട്ട് ചെയ്തു. ഓക്കെ, നമുക്ക് ഇതുപോലൊരു ഫിഗർ വരയ്ക്കുക. ഇനി വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആദ്യം അപ്പ് സ്ട്രീം സ്പീഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അപ്പ് സ്ട്രീം എന്ന് പറയുമ്പോൾ എന്താ? അപ്പ് മുകളിൽ തന്നെയല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം അപ്പ് സ്ട്രീം സ്പീഡ്. അതുപോലെ ഏറ്റവും താഴെ എന്ത് കൊടുക്കാം? ഡൗൺ സ്ട്രീം സ്പീഡ്. ഓക്കെ, അപ്പോൾ നടുക്ക് നമ്മൾ കൊടുക്കേണ്ട ഏതായിരിക്കും? സ്പീഡ് ഓഫ് മാൻ ഓർ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. അത് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. ഈ നമ്മൾ പഠിച്ച 5 ടേംസും വെച്ചുള്ളൊരു ഫിഗറാണെന്ന് ഓർത്താൽ മതി. മുകളിൽ അപ്പ് സ്ട്രീം സ്പീഡ്, താഴെ ഡൗൺ സ്ട്രീം സ്പീഡ്, നടുക്ക് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. ഇത് എളുപ്പത്തിൽ നമുക്ക് ഓർത്തിരിക്കാനായിട്ടൊരു മാർഗ്ഗമുണ്ട്. ഇതിപ്പോൾ ഒരു പുഴയായിട്ട് കൺസിഡർ ചെയ്യുക. പുഴയുടെ മുകളിലായിട്ട് നമ്മൾ ഈ ഭാഗത്തായിട്ട് അപ്പ് സ്ട്രീം സ്പീഡും താഴെയായിട്ട് ഡൗൺ സ്ട്രീം സ്പീഡും. നടുക്കാണ് നമ്മൾ ഒരു പുഴയുടെ നടുഭാഗത്തായിട്ട് ബോട്ട് നിൽക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ആ ബോട്ടിൻ്റെ സ്പീഡായിരിക്കും നമ്മൾ എടുക്കുന്നത് അല്ലേ? സോ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. പിന്നെ അടുത്ത് നമ്മൾ എന്താ, ഈ പുഴയുടെ ഈ രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ രണ്ടിൻ്റെ ഭാഗത്തായിട്ട് ഇത് പുഴയല്ലേ? ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ എന്തായിരിക്കും വരുന്നത്? ഒഴുക്കിൻ്റെ വേഗതയായിരിക്കും അല്ലേ? അപ്പോൾ സ്പീഡ് ഓഫ് സ്ട്രീം ആണ് അവിടെ വരേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് വരേണ്ടത്? അപ്പോൾ ഈ 3 ടേമിൽ ഏത് വേണമെങ്കിലും അവിടെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത് സ്പീഡ് ഓഫ് സ്ട്രീം എന്നാണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, സ്പീഡ് ഓഫ് സ്ട്രീം, നമ്മുടെ പുഴയുടെ സ്പീഡ് ആ സെയിം തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്, സ്പീഡ് ഓഫ്. ഓക്കെ, ഇത് എളുപ്പത്തിൽ മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കുമ്പോഴത്തേക്ക് മുകളിൽ അപ്പ് സ്ട്രീം സ്പീഡ്, താഴെ ഡൗൺ സ്ട്രീം സ്പീഡ്, നടുക്ക് ബോട്ട് നിൽക്കുന്നു. സോ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. പിന്നെ അതിൻ്റെ രണ്ടിൻ്റെ നടുഭാഗത്തായിട്ട് ഒഴുക്കാണ് അല്ലേ? ആ ഒഴുക്ക് വരുന്ന ഭാഗമാണ് സ്പീഡ് ഓഫ് സ്ട്രീം. താഴെയും സെയിം തന്നെ സ്പീഡ് ഓഫ് സ്ട്രീം. ഈ ഒരു ഫിഗർ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ള പ്രോബ്ലംസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. Okay, our first question. Speed of a boat in still water is 8 km per hour and speed of a current is 5 km per hour. Then what is the speed of boat in downstream? ഈ ക്വസ്റ്റനിൽ എന്താ പറഞ്ഞേക്കുന്നത്?
ബോട്ടിൻ്റെ സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ 8 km/h എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ സ്പീഡ് ഓഫ് കറണ്ട് എത്രയാ 5 km/h എന്ന് തന്നിട്ടുണ്ട്. ഇത് നമുക്കിനി എന്ത് ചെയ്യണം, ആദ്യം ഫിഗർ വരയ്ക്കാം അല്ലേ. അപ്പം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഫിഗറിലേക്ക് വരയ്ക്കാം. ഇവിടെ തന്നിരിക്കുന്നത് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറയുമ്പോൾ എന്താ, ബോട്ട് നിൽക്കുന്ന ഭാഗം അല്ലെ, നടുഭാഗമാണ് അല്ലേ. അത് എത്ര എന്നാ പറഞ്ഞിരിക്കുന്നത് 8 km/h. ഇനി എന്താ അടുത്ത് നിൽക്കുന്നത് സ്പീഡ് ഓഫ് കറണ്ട്. നമ്മൾ നേരത്തെ കറണ്ടിൻ്റെ എന്താ സ്പീഡ് ഓഫ് സ്ട്രീം, കറണ്ട്, റിവർ ഇതൊക്കെ വന്നാൽ സെയിം ആണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എത്രയാ 5 km/h. സോ നമ്മുടെ ഇതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് സ്പീഡ് ഓഫ് കറണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പീഡ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് എന്താ 5 km/h. അത് മുകളിലും താഴെയും ഒരേപോലെ തന്നെയാണ് 5 km/h തന്നെ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ ഡൗൺ സ്ട്രീം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു അല്ലേ. ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ഒഴുക്കിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ നീന്തുമ്പോൾ എന്ത് പറ്റും, നമുക്ക് നല്ല സ്പീഡ് കൂടുതലായിരിക്കും അല്ലേ. ആ കൂടുതൽ എന്നുള്ള വാക്ക് നമ്മൾ അവിടെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് എന്തായിരിക്കും, ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം 8 + 5 അങ്ങ് ചെയ്താൽ മതി. 8 + 5 എന്ത് കിട്ടും 13 km/h ആണ് എന്ത് നമ്മുടെ ഡൗൺ സ്ട്രീം സ്പീഡ്. ഓക്കെ, 13 km/h. ഇനി നേരെ മറിച്ച് നമ്മൾ ചോദിക്കണം അപ് സ്ട്രീം സ്പീഡ് ചോദിക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ് സ്ട്രീം ആകുമ്പോൾ എന്തായിരിക്കും ഈ ഡൗൺ സ്ട്രീമിനേക്കാളും കുറവായിരിക്കും അല്ലേ. കുറവായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് മൈനസ് ചെയ്യുക. സോ 8 - 5 ചെയ്യുക അല്ലേ. അപ്പോൾ 8 - 5 വരുമ്പോൾ എന്ത് വരും 3 km/h. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി ഇവിടെ 3 km/h. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്സ്ട്രീം സ്പീഡ് ഓഫ് എ പേഴ്സൺ ഈസ് 25 km/h ആൻഡ് ഹിസ് ഡൗൺ സ്ട്രീം സ്പീഡ് ഈസ് 35 km/h. വാട്ട് ഈസ് സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ? ഒരാളുടെ അപ്സ്ട്രീം സ്പീഡ് 25 കിലോമീറ്ററും ഡൗൺ സ്ട്രീം സ്പീഡ് 35 കിലോമീറ്ററും ആണെങ്കിൽ അയാളുടെ സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ആദ്യം എന്താ ചെയ്യേണ്ടത് ഫിഗർ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരയ്ക്കാം. ഇനി നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് എടുത്തെഴുതാം. അപ്സ്ട്രീം സ്പീഡ് ഉണ്ട് അല്ലേ, ഓൾറെഡി എന്തുണ്ട് അപ്സ്ട്രീം സ്പീഡ് 25 കിലോമീറ്റർ. സോ നമുക്കിവിടെ അതങ്ങ് എഴുതി കൊടുക്കാം 25 km/h. ഇനി എന്താ ഉള്ളത് അടുത്തത് ഡൗൺ സ്ട്രീം സ്പീഡ് ഉണ്ട്. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുമ്പോൾ 35 km/h. ഓക്കെ, അപ്പം നമുക്ക് അപ്സ്ട്രീം സ്പീഡ് 25 കിലോമീറ്ററും ഡൗൺ സ്ട്രീം സ്പീഡ് 35 km/h എന്ന് കിട്ടി. ഇനി നമുക്ക് നടുക്കുള്ള എന്താ കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ നടുഭാഗത്തുള്ള സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്, ബോട്ട് നിൽക്കുന്ന ഭാഗത്ത് സ്പീഡ്. അപ്പം എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് നമുക്കിപ്പോൾ അറിയാം, രണ്ടിപ്പോൾ മുകളിലും താഴെയും കിട്ടി. നടുഭാഗം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് ഒരെണ്ണത്തിന് നടുവിലത്തെ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യും, ആ അപ്പുറം ഇപ്പുറം നമ്പർ കൂട്ടുക എന്നിട്ട് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യും. ആ സെയിം മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ 25 + 35 / 2 ചെയ്യുക. ഓക്കെ, 25 + 35 / 2. ഓക്കെ, 25 + 35 എന്താ 25 + 35? യെസ്, ദാറ്റ് ഈസ് 60 / 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 km/h. ഇതായിരിക്കും ഇവിടുത്തെ നമ്മുടെ സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Okay, our next question. Speed of a boat in downstream is 20 km/h and speed in upstream is 12 km/h. What is the speed of current? ഇവിടെ upstream speed ഉണ്ട് downstream speed ഉണ്ട്. നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ സ്പീഡ് ഓഫ് കറണ്ട് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫിഗർ അങ്ങ് വരയ്ക്കാം. ഇങ്ങനെയായിരിക്കും ഫിഗർ അല്ലേ. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് 20 km/h എന്ന് തോന്നുന്നു. അപ്പോൾ സോ ഡൗൺ സ്ട്രീം 20 km/h. ഇനി എന്തുവാ അപ്സ്ട്രീം എത്രയാ 12 km/h. ചോദിച്ചേക്കുന്നത് എന്താ സ്പീഡ് ഓഫ് കറണ്ട് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലേ, കറണ്ട് എന്ന് പറഞ്ഞാലും അതുപോലെ സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറഞ്ഞാലും റിവർ എന്നൊക്കെ പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പോൾ അത് ഏതാ ഈ പോർഷനും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ നമ്മൾ ഈ നടുഭാഗത്തുള്ള സ്പീഡ് ഓഫ് സ്റ്റിൽ വാട്ടർ കണ്ടുപിടിക്കുക അല്ലേ. അത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിന് ചെയ്തതുപോലെ തന്നെ ഈ രണ്ട് നമ്പറിനെയും ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് അങ്ങ് എടുക്കുക, ആഡ് ചെയ്യുക 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 12 + 20 / 2 എന്ത് വരും 20 + 12 എത്ര വരും 32 32 / 2 എന്ത് വരും 16 കിട്ടും അല്ലേ. 16 km/h. ഇതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് സ്റ്റിൽ വാട്ടർ.
16 km/h. നമുക്കപ്പം ഇത് കിട്ടി. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ? ഇത് രണ്ടും സെയിം ആണെന്ന് അറിയാമല്ലോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിന് 16നോട് ഏത് സംഖ്യ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 20 കിട്ടുന്നത്? ഇറ്റ്സ് വെരി ഈസി. 4 ആഡ് ചെയ്താൽ മതി അല്ലേ? 4 നമുക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഈ 16നോട് ഏത് നമ്പർ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 12 കിട്ടുന്നത്? 4 ആയിരിക്കും അല്ലേ? സോ അപ്പോൾ അവിടെ നമുക്ക് എന്ത് കൊടുക്കുക? 4. അതായത് 16 + 4 ആണ് എന്തെന്ന് പറയുന്നത്? 20 എന്ന് പറയുന്നത്. അതുപോലെ 16 - 4 ആണ് എന്തെന്ന് പറയുന്നത്? 12. സോ ഇവിടുത്തെ ആൻസർ നമുക്ക് എന്തെന്ന് കിട്ടി? സ്പീഡ് ഓഫ് കറണ്ട് ഈസ് 4 km/h. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, next question. Downstream speed of a boat is 25 km/h. Speed of current is 2 km/h. And what is the speed of boat in upstream? ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നമുക്ക് ഡൗൺ സ്ട്രീം സ്പീഡ് തന്നിട്ടുണ്ട് 25 km, അതുപോലെ കറണ്ട് തന്നിട്ടുണ്ട് 2 km. കണ്ടുപിടിക്കേണ്ടത് എന്താ? അപ് സ്ട്രീം സ്പീഡാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഫിഗർ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് എന്താ? ഡൗൺ സ്ട്രീം തന്നിട്ടുണ്ട് അല്ലേ? ഡൗൺ സ്ട്രീം സ്പീഡ് 25 km/h. പിന്നെ തന്നേക്കുന്നത് ഏതാ? കറണ്ട് എന്ന് വെച്ചാൽ എന്താ? സ്പീഡ് ഓഫ് സ്ട്രീം അല്ലേ? അതായത് ഈ രണ്ട് ഭാഗമാണ്. സോ നമുക്ക് എന്തെടുക്കുക? 2 km/h. രണ്ടും സെയിം അല്ലേ? 2 km/h. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ് സ്ട്രീം ആണ് അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഈ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ കണ്ടുപിടിക്കണം അല്ലേ? അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യമേ പഠിച്ചാൽ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് ഡൗൺ സ്ട്രീം കിട്ടുന്നതെന്ന് പഠിച്ചു. അപ്പോൾ നമുക്ക് ഈ നമ്പർ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നേരെ ഇതിൽ നിന്ന് ഈ 25ൽ നിന്നും ഈ 2 അങ്ങ് മൈനസ് ചെയ്താൽ പോരെ. അപ്പം എന്ത് ചെയ്യണം? 25 - 2 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 23 km/h. ഈസി അല്ലേ? അപ്പം ഇവിടെ എന്ത് കിട്ടി നമുക്ക്? 23 km/h. നമുക്ക് ബോട്ടിൻ സ്റ്റിൽ വാട്ടർ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ അപ്സ്ട്രീം ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 25 കിട്ടി എന്ന് പറഞ്ഞു. ഇനി ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടുത്തത് കിട്ടും അല്ലേ? അപ്പോൾ 23 - 2 ചെയ്യുക. എന്ത് ചെയ്യേണ്ടത്? 23 - 2 ചെയ്യുക. എന്ത് 23 - 2 എന്നാ വരുന്നത്? യെസ്, ദാറ്റ് ഈസ് 21 km/h. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ കിട്ടി 21 km/h. Okay, next question. A man's speed in downstream is 3 times his speed in upstream. If his speed in still water is 18 km/h, find the speed of the current. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്സ്ട്രീമോ ഡൗൺ സ്ട്രീമോ ഒന്നും തന്നിട്ടില്ല അല്ലേ? നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? പിന്നെ തന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റിൽ വാട്ടർ 18 km/h തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫിഗർ വരച്ച് നോക്കാം. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? എ മാൻ സ്പീഡ് ഇൻ ഡൗൺ സ്ട്രീം ഈസ് 3 times his speed in upstream. അതായത് അപ്സ്ട്രീമിനേക്കാളും 3 ഇരട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അപ്സ്ട്രീം നമുക്ക് എ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡൗൺ സ്ട്രീം എന്തായിരിക്കും? 3a എന്ന് കൊടുക്കാം. ഓക്കെ, അപ്സ്ട്രീം എ ആണെങ്കിൽ അതിൻ്റെ 3 ഇരട്ടിയാണ് ഡൗൺ സ്ട്രീം. സോ 3a. പിന്നെ തന്നിരിക്കുന്നത് ഏതാണ്? സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 18 km. സ്റ്റിൽ വാട്ടർ എന്ന് പറയുമ്പോൾ ഏതാണ്? നടുക്കത്തെ അല്ലേ? അതെന്തായിരിക്കും? 18 km/h. പിന്നെ എന്താ? ഫൈൻഡ് സ്പീഡ് ഓഫ് ദി കറണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് കിട്ടാനുള്ള നമുക്ക് ഇവിടെ ഒരു ഫോർമുലയോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഇത് കണ്ടുപിടിക്കാനൊരു മാർഗ്ഗമില്ല. കാരണം നമുക്ക് ഇവിടെ എന്താ? ഒരു എ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതൊന്ന് സോൾവ് നമുക്ക് എ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്കൊരു വഴിയുണ്ട്. a + 3a / 2 ആണല്ലോ ഈ 18. അപ്പം നമുക്ക് അതൊന്ന് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. a + 3a / 2 = 18. ഇത് എങ്ങനെയാവുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഈ രണ്ട് നമ്പറിനെയും ആഡ് ചെയ്തിട്ട് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നടുക്കത്തെ നമ്പർ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. a + 3a എന്താണ്? 4a അല്ലേ? 4a / 2 = 18. Then 4a = 18 × 2. So a = 18 × 2 / 4. Okay. 2 9. സോ നമുക്ക് എ എന്തെന്ന് കിട്ടി? 9 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ അപ്സ്ട്രീം നമുക്ക് എന്ത് കിട്ടി? a = 9. അതിൽ ഡൗൺ സ്ട്രീം എന്തായിരിക്കും? 3 × 9 എന്ത് വരും? 27. അപ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇനി അടുത്ത നമ്മുടെ സ്പീഡ് ഓഫ് കറണ്ട് കണ്ടുപിടിക്കുക അല്ലേ? എങ്ങനെ ചെയ്യും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 27 കിട്ടുന്നത്. അപ്പോൾ എന്നായിരിക്കും നമുക്ക് ഇവിടുത്തെ നമ്പർ? 27 - 18 ചെയ്താൽ മതി അല്ലേ? 27 - 18 വരുമ്പോൾ എന്ത് വരും? അവിടെ എന്ത് തന്നെ കിട്ടി നമുക്ക്? 9. സോ നമ്മൾക്ക് ഇതും എന്ത് തന്നെ കിട്ടി? അപ്പം 9 km/h.
Okay, next question. Okay, our last question. A boat goes 16 km per hour upstream in 48 minutes. The speed is 2 km per hour. The speed of boat in still water is. Okay, നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം അല്ലേ. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? എ ബോട്ട് ഗോ 16 km per hour അപ്സ്ട്രീം ഇൻ 48 മിനിറ്റ്. ഇവിടെ അപ്സ്ട്രീമിൻ്റെ സ്പീഡ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ. ഇവിടെ നോക്കിയേ 14 km per hour എന്ന് പറയുന്നത് 48 മിനിറ്റ് കൊണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്സ്ട്രീം സ്പീഡ് തന്നിട്ടില്ല. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ചെറിയൊരു ഫോമുല നമ്മൾ യൂസ് ചെയ്യണം. എന്തിൻ്റെ? ആ സ്പീഡിൻ്റെ ഫോമുല നമുക്ക് അറിയാമല്ലോ. എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ. സ്പീഡിൻ്റെ ഫോമുല ഏതാ? ഡിസ്റ്റൻസ് ബൈ ടൈം. ആ ഫോമുല നമ്മൾ ഇവിടെ നിന്ന് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതി വയ്ക്കാം. സ്പീഡ് equal to distance by time. നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് തന്നിരിക്കുന്ന എടുത്ത് എഴുതാം. ദ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇവിടെ സ്റ്റിൽ വാട്ടറിന് കണ്ടുപിടിക്കേണ്ടത്. ഇനി സ്ട്രീം തന്നിട്ടുണ്ടല്ലേ, 2 km per hour തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സ്ട്രീമിൻ്റെ സ്പീഡ് 2 km per hour. ഇത് രണ്ടിടത്തും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കണം അപ് സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാം. അപ്പോൾ സ്പീഡിൻ്റെ ഫോമുല എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ഡിസ്റ്റൻസ് ഏതാ? 16 km per hour ആണ് അല്ലേ. 16 ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? 48 മിനിറ്റ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 16 എന്ന് പറയുന്നത് എന്താ? നമ്മൾ മണിക്കൂറിലുള്ള സംഖ്യയാണ് അല്ലേ. മണിക്കൂറിലാണ് കണക്കാക്കിയിരിക്കുന്നത്, കിലോമീറ്റർ പെർ അവറിലാണ് അത് 16 എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ 48 എന്താണ്? മിനിറ്റ് ആണ്. അപ്പം മിനിറ്റ് നമ്മൾ എന്താക്കണം? മണിക്കൂറിലേക്ക് മാറ്റണം. മണിക്കൂറിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 48 ഡിവൈഡ് ബൈ 60 ചെയ്യണം. ഇത് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു എളുപ്പ വഴി പഠിച്ചിട്ടില്ല. അതെങ്ങനെയാണ് ചെയ്യുന്നത്? 16 ഇൻറ്റു നമ്മൾ ഇതിൻ്റെ വ്യൂൾ ക്രമം ചെയ്യുക, തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി അല്ലേ. 60 ഡിവൈഡ് ബൈ 48. ഇനി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. എത്ര പ്രാവശ്യമാണ്? 16 എത്ര പ്രാവശ്യമാണ്? 3 ടൈംസ് ആണ്. 48 3 പ്രാവശ്യം. ഇനി 60 3 എത്ര പ്രാവശ്യമാണ്? 2 അല്ലേ. അപ്പോൾ 20 കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ അപ്സ്ട്രീം സ്പീഡ് 20 km per hour എന്ന് കിട്ടി അല്ലേ. 20 km per hour എന്ന് കിട്ടി. സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ. സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ എന്തായിരിക്കും? ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുന്നതായിരിക്കും ഇവിടെ വരുന്നത്? ആഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ. 20 + 2 ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ആൻസർ 22 km per hour. ഓക്കെ, അതുപോലെ ഇത് രണ്ടിട്ട് കൂട്ടുന്നതായിരിക്കും നമുക്ക് താഴെ വരും. നമുക്കത് ചോദിച്ചിട്ടില്ല. സ്പീഡ് ഓഫ് സ്റ്റിൽ വാട്ടറെ ചോദിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ നമുക്കത് കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ബോട്ട് ആൻഡ് സ്ട്രീം എന്നുള്ള ടോപ്പിക്ക് വളരെ ഈസി ആയിട്ട് ഈ ഫിഗർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും കൂടി റിവൈസ് ചെയ്ത് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് നിങ്ങളിങ്ങനെ ഫിഗർ വരച്ച് തന്നെ ചെയ്യുമ്പോഴത്തേക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.